എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ മീൻ മുളകിട്ടത്. അപ്പം ഞാനിന്ന് കോയമ്പത്തൂരാണ് ഉള്ളത്. കോയമ്പത്തൂർ എൻ്റെ വിലാസിനേച്ചി അടിപൊളി കുക്ക, നല്ല സൂപ്പർ കറികൾ ഉണ്ടാക്കുവാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ഊറുണ്ടാക്കുന്ന ഒരു മുളകിട്ട കറി പ്ലസ് ഒരു പൊരിച്ച മീനും, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊന്ന് പോയിട്ട് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. 10 വെളുത്തുള്ളിയും ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ മുളക് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ കളറിന് വേണ്ടിയിട്ടാണേ. അത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മറ്റേ മുളക് തന്നെ എടുക്കാം. അപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയിലുള്ള വെള്ളം അതിൽ വന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കണം, 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നല്ല ഒരു മിക്സാക്കി എടുക്കുക. കണ്ടോ, നല്ല പേസ്റ്റായി കിട്ടിയില്ലേ. ഇനി ഇതിൽ നമ്മൾ വരഞ്ഞ് വെച്ച അയില ഓരോ കഷ്ണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് പെരക്കിയെടുക്കാം. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും നല്ലോണം വരഞ്ഞെടുക്കണേ അയില. ഇതിലേക്ക് എല്ലാം നല്ലോണം ഒന്ന് പെരക്കി അത് കുറച്ച് നേരം പുറത്ത് തന്നെ വെച്ച്, ഇപ്പം തന്നെ ഉണ്ടാക്കുന്നതിന് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളിങ്ങനെ പുറത്ത് നിൽക്കട്ടെ. ഇനി നമ്മൾ മുളകിട്ട കറിക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് 2 അയില മുറിച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി നല്ല വലിപ്പമുള്ളൊരു തക്കാളിയാണേ, നല്ല വലിപ്പമുണ്ട്. അത് നല്ലോണം മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മാങ്ങ ചേർക്കുന്നുണ്ട്. മാങ്ങ ചെറിയ മാങ്ങ, അതുകൊണ്ട് തന്നെ ഞാൻ 1 മാങ്ങ കൂടാണ്ട് ഒരു ചെറിയൊരു കഷ്ണം, അതായത് ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലിപ്പത്തിൽ ഒരു പുളിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ പിഴിയൽ മാത്രം. ആദ്യം ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. കണ്ടോ, ഒന്ന് ഞെക്കിയിട്ട് അതന്നെ കഴിഞ്ഞു. അത്രേ പിഴിയുണ്ടോ. അപ്പോൾ ആ പുളിപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം മാങ്ങയും തക്കാളിയും എല്ലാം ഉണ്ടല്ലോ. ഇനി 1 കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നല്ലോണം കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണേ. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കൈ കൊണ്ട് തന്നെ കലക്കണം കേട്ടോ. എല്ലാവരുടെ കൈ കൊണ്ടും കലക്കിയാൽ ഈ ടേസ്റ്റൊന്നും വരില്ല. അതൊരു മന്ത്രവിദ്യ തന്നെയാണ്. അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡിയായി വന്ന് കണ്ടാൽ നല്ല കളർഫുള്ളായിട്ടുള്ള. ഇതാണ് എൻ്റെ വിലാസിനേച്ചി. കാണിക്കറെന്ന് പറഞ്ഞു എന്നോട്, എന്നെ കാണിക്കറേന്ന്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വക്കത്തെല്ലാം ഇങ്ങോട്ടേക്കാക്കി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതാണെന്ന് വേവട്ടെ. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ അയില വരഞ്ഞ് പെരക്കി വെച്ചത് റെഡി ആയിരുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സമയത്ത് ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും, കഷ്ണം പോയിട്ട് അടിയിൽ നിൽക്കും ഒരേപോലെ. കാരണം ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നല്ലോണം കത്തുമല്ലോ. അപ്പോൾ ആ സ്ഥലത്ത് ഓരോരുത്തരും കഷ്ണം പോയിട്ട് അങ്ങ് അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് റെഡിയായി. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കറി. ഇനി ആവശ്യത്തിന് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കണ്ടൂ കേട്ടോ. അതവിടെ നിൽക്കട്ടെ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇങ്ങനെ അടുപ്പത്ത് നമ്മളെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, നമ്മൾ മീൻ പൊരിക്കണ്ടേ. അപ്പം അതിന് കല്ല് നല്ലോണം ചൂടായതിന് ശേഷം, നല്ലോണം ചൂടാണേ, അതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഓരോരുത്തരായിട്ട് അങ്ങ് നിരത്തി അങ്ങ് കിടത്തി കൊടുക്കുക. ഇനി ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാലും പിന്നെ ലോ ഫ്ലെയിമിലേ ഇടാവൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൂടി വെക്കരുത്. മൂടി വെച്ചാൽ ഇത് വെന്ത് കിട്ടും, പക്ഷേ നല്ല മുരുമുരുപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ അതാ മൂടി വെക്കാണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവട്ടെ. അതവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. സോറി, ഇത് തിരിച്ചിടുമ്പം ഞാൻ വിചാരിച്ച് വീഡിയോ ഓണായിനെന്ന്, അപ്പോൾ അബദ്ധം പറ്റിപ്പോയി. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് നല്ലോണം ഒന്ന് മുരുമുരുപ്പായി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, എല്ലാം റെഡിയായി. അതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ചോറ്, ഒരു മോർക്കൂട്ടാനുണ്ട്, ഒരു ചീരേൻ്റെ ഉപ്പേരിയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളകിട്ട കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, മുളകിട്ട കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച മീനും കണ്ടില്ലേ, നല്ല കളർ കോമ്പിനേഷനല്ലേ. ഒരു മഞ്ഞ മോർക്കൂട്ടാൻ, ഒരു പച്ച ഉപ്പേരി, ഒരു ഓറഞ്ച് മീൻകറി, ഒരു കറുപ്പ് കലർന്ന നല്ല ചുവന്ന മീൻ പൊരിച്ചതും. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും, എസ്പെഷ്യലി വിലാസിനേച്ചിക്ക്, താങ്ക് യു.